ഹായ് ഹലോ ഐ എം ലക്ഷ്മി ഹിയർ. ഞാൻ വിയറ്റ്നാമിലേക്ക് പോയ ഒരു ചെറിയ ടൂർ വീഡിയോ ആണ് ഇത്. ഞാനിവിടെ പോയത് ഹനോയിലായിരുന്നു. ഹനോയിൽ പോയിട്ട് ഹലോങ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വീപിലേക്കാണ് ഞാൻ പോയത്, ഐലൻഡ്. അവിടെ നമ്മൾ ഒരു ദിവസം അവിടുത്തെ ഒരു ക്രൂയിസിൽ സ്പെൻഡ് ചെയ്തു. ഗോഡ് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തേക്കുന്ന ഒരു സംഭവമാണിത്. നിങ്ങളവിടെ വിയറ്റ്നാമിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ഇവിടെ പോയിരിക്കണം. ആ ഒരു ഹോൾ ഡേ ഞാൻ അത്രയും എൻജോയ് ചെയ്തു. ലൈഫിൽ നെവർ ഞാൻ ഒരിക്കലും ഇത് മറക്കത്തില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ദിവസങ്ങൾ എനിക്ക്. പിന്നെ വിയറ്റ്നാമിൽ നമുക്ക് നമ്മുടെ നാട് പോലെ തന്നെ കുറച്ച് ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ പ്രദേശത്തിനും ഓരോ പേരാണ് കേട്ടോ. അവിടെ ഞങ്ങൾ പോയിരുന്നു, ഒരു റിസോർട്ടൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ താമസിച്ചു. ആ ഒരു വൺ ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ വിയറ്റ്നാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചീപ്പല്ലാതെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒട്ടും തന്നെ ചീപ്പല്ല. ഞാൻ ഖത്തറിൽ നിന്നാണ് പോയത്, അപ്പോൾ എനിക്ക് കുറച്ചൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. യൂറോപ്പിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണെന്ന് പറയാം, അവരുടെ കറൻസി ആയിട്ട്. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ സ്ട്രീറ്റ് ഫുഡ് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല, കാരണം അവരുടെ ആ ഒരു കൾച്ചറിലുള്ള ഫുഡ് എനിക്ക് അധികം ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഇവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ, ആ ഒരു ഹനോയിൽ ഞാൻ പോയത് ഓൾഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു. അവിടെ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതെല്ലാം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന അതേ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പറയേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ ഒട്ടും കോപ്പറേറ്റീവ് അല്ല. ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് കൺട്രി ആണെങ്കിൽ പോലും ആൾക്കാർ വളരെ റൂഡായിട്ട് പെരുമാറുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ആണ് അവിടെ, ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പറയും. ഇതൊക്കെ ഭയങ്കര എൻജോയബിൾ ആയിരുന്നു, കാരണം അവിടുത്തെ ആൾക്കാരൊന്നും ഒട്ടും നമ്മളെ ഇങ്ങനെ ഒരു വൈബ് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്രയും വലിയൊരു വൈബൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിവേ നമ്മൾ ഈ പോകുന്ന ഹനോയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ക്രൂയിസിൽ പോകാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക. എനിക്കിതൊക്കെയാണ് ഫീൽ ചെയ്തത്. ഇതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ. അപ്പോൾ വിയറ്റ്നാം എന്ന് പറഞ്ഞൊരു വലിയ കൺട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു നല്ല ട്രാവൽ പ്ലാൻ ചെയ്യുക. അതിനുശേഷം അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.